Welcome to our first official shopping vlog for Oru Happy Store. എന്തായി നിങ്ങളുടെ പോലെ ആയാ? അയ്യേ ഞാനിപ്പോ മനസ്സിലായി ദിലുവിന്റെ പേഷ്യന്റ് ഇവരുടെ കരയാടാ. Hi guys, good morning and welcome to our new vlog at It's a Shopping Day. It's a brand new shopping day in Bangkok. ഇത്തവണയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്. നമ്മൾ ഇടയ്ക്ക് വന്നു, പക്ഷെ അത് ഒരു 2 ദിവസത്തേക്ക് കൂടുതൽ കുറച്ച് ബിസിനസ് ഡീൽസ് ഒക്കെ സംസാരിക്കാനൊക്കെ ആയിരുന്നു. ഇത്തവണ ഒന്നൊന്നര ഷോപ്പിംഗ് ആയിരിക്കും. നമ്മുടെ ബാങ്കോക്ക് ഫാഷനിൽ കിഡിലൻ സാധനങ്ങൾ വെച്ച് ഫ്ലഡ് ചെയ്യണ്ടേ. അപ്പോൾ അഫോർഡബിൾ ആൻഡ് ഒരു ട്രെൻഡിഷ് ആൻഡ് സ്റ്റൈലിഷ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ എപ്പോഴും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. സോ ഞങ്ങൾക്ക് ഒന്നിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും ഇത്തവണ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗിലേക്ക് വെൽക്കം. ആൻഡ് വെൽക്കം ടു അവർ ഫസ്റ്റ് ഒഫീഷ്യൽ ഷോപ്പിംഗ് വ്ളോഗ് ഫോർ ഒരു ഹാപ്പി സ്റ്റോർ ഫ്രം ബാങ്കോക്ക് ഫോർ ബാങ്കോക്ക് ഫാഷൻ. ഒരു ഹാപ്പി സ്റ്റോർ. ഒരു ഹാപ്പി സ്റ്റോർ. ഓക്കെ, ഓൾ സെറ്റ്. ഫസ്റ്റ് സെലക്ഷൻ എന്താ? ഈ ബാരിക്വിന്റെ തൊപ്പി വാങ്ങണ്ടേ? പിന്നെ പ്രീക്ക് ബാനിക്വിന്റെ തൊപ്പി ഇടുന്നത് കൊള്ളാം. നല്ലല്ലേ? അബ്സ്ട്രാക്ട്, ഭയങ്കര അബ്സ്ട്രാക്ട് ആർട്ട് ഒക്കെ പോലെ. അതായത് നമ്മളുടെ വേസ്റ്റ് തുണി കൊണ്ട് വേസ്റ്റ് കട്ട് പീസസ് കൊണ്ട് ശരിക്കും അങ്ങനെ ചെയ്തായിരിക്കും. അത് കട്ട് പീസസ് കൊണ്ട് ഷർട്ട് തുന്നിയതാ. കുഴപ്പമില്ല, നല്ലല്ലേ? ഡിഫറന്റ്. അതായത് കണ്ട മാനിക്കിൻ ഇട്ടിരിക്കുന്ന അങ്ങനത്തെ പല കളേഴ്സും ഉണ്ട്. ഓക്കേ, നോക്ക്. അപ്പൊ ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് പ്രിയയുടെ ബാക്കിൽ കിടക്കുന്ന ഡ്രസ്സും ഒരു ഇംഗ്ലീഷ് ലുക്ക് പോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് എടുക്കണം. ഇത് നോക്കിട്ട് അത് നോക്കാം. ഓക്കെ, ഇത് കൊള്ളാല്ലേ? നോക്കി, നന്നായി നോക്ക്. നോക്ക് എന്ത് ഡ്രസ് കൊള്ളാവോ? കൊള്ളാം. ഇത് നോക്ക്, ഇതിന്റെ പുറയില ഇങ്ങനെ കെട്ടുന്ന മാതിരി. ഓക്കെ, ഇതൊരു പേപ്പർ തുണി മാതിരിയില്ലേ? ഒരു ക്രഷ് ടോപ്പാ. നമ്മള് പണ്ട് ഒരു പേപ്പർ ഡിസൈൻ ഉള്ള ടോപ്പ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ആദ്യമേ ബാങ്കോക്ക് ഫാഷൻ തുടങ്ങിയപ്പോ. പിന്നെ അതിനുശേഷം കണ്ടതേ ഇല്ല. അത് ന്യൂസ് പേപ്പറിന്റെ ടീഷർട്ട് പോലെ. ഇത് നല്ല നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ബട്ടൺസ് ഒക്കെയാ. ബാക്കിലേക്ക് നോക്ക്. എല്ലാ ടോപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാം നന്നായി അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല രസമില്ലേ ടോപ്സ്? അത് അവരുടെ ആ പ്രസന്റേഷൻ ആണ്. ഈ നല്ലൊരു ഹോട്ടലിൽ പോയി അവർ നന്നായിട്ട് പ്രസന്റ് ചെയ്യില്ലേ? അതുപോലെ ഈ ഷോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോപ്സിലും നന്നായിട്ട് മാനിക്യൂവിന് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ തോന്നും. ഇവര് മിക്കവാറും മുറിയെ കൊണ്ട് കുറെ എടുപ്പിക്കും കേട്ടോ. ഇവിടെ നല്ലതാ. കുറച്ച് വൈഡ് കാണിക്കട്ടെ, നല്ല മനസ്സിലുള്ള. നല്ല ഭംഗിയില്ലേ? ഇതുണ്ട്, കളറും ഉണ്ട്, ഗ്രീനും ഉണ്ട്. നല്ല ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണ്. ഇത്തവണ ബാങ്കോക്ക് ഫാഷൻ പൊളിക്കും. പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്തവണ എന്തായാലും നമ്മുടെ ഹ്യൂജസ്റ്റ് കളക്ഷൻസ് ആയിരിക്കും. അത്രയധികമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്തായാലും എടുക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ ഏതൊക്കെ എടുക്കണം? ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒറ്റ കാര്യമുള്ളായിരുന്നു, എന്നെ കെട്ടുന്നത്. ഓ എന്റെ ദൈവമേ, അങ്ങോട്ട് എടുക്കുവോ? വേഗം എടുക്ക്. അന്ന് ഞാൻ അധികം ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ലോട്ടറി അല്ല, അത് കഴിഞ്ഞതിന് ശേഷം അബദ്ധം പറ്റിയല്ലോ. ശരിക്കും ആലോചിക്കും എന്തിനും, ചെറിയ കാര്യങ്ങൾ. ഇനി അത് അബദ്ധം പറ്റരുതല്ലോ. അപ്പൊ തന്നെ ആലോചിച്ചിട്ട് ഡ്രസ് എടുത്താ മതി. എടുക്ക്. ഏതൊക്കെ ഇപ്പൊ എടുക്കുന്നേ? അത് എടുക്കുന്നുണ്ട്. വൈറ്റ്, നല്ല ഭംഗിയുണ്ട്. ഇത് എടുക്കുന്നുണ്ട്. ദിസ് വൺ ഹൈലൈറ്റ് ആ ലേസ് വർക്ക് ആണ്. ഈ ലേസ് വർക്ക് ആണ് ഹൈലൈറ്റ്. ശരിക്കും ഒരു യൂറോപ്യൻ സ്റ്റൈലാ, കൊറിയൻ യൂറോപ്യൻ സ്റ്റൈൽ. പിന്നെ ഇത് എടുക്കുന്നുണ്ട്. മതി കൺഫ്യൂഷൻ, ഒരെണ്ണം കൂടെ എടുക്ക്. ദിസ് യു ഹാവ്. ഇപ്പൊ വരും ഷോപ്പ് ചെയ്യാൻ. ആര്? നമ്മുടെ പട. അതും എടുക്കുന്നുണ്ടോ? ഇത് നല്ല ഭംഗിയില്ലേ? ഓക്കെ,
ഇട്ട് കണ്ടാലേ ഞാൻ ഇട്ട് കണ്ടാലേ എന്റെ ഭംഗി. ഇനി പ്രിയ തുടങ്ങിപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബാങ്കോക്ക് ഫാഷന്റെ ലൈവ് ഷോപ്പിംഗ് അല്ലേ? ഇങ്ങനെ മാറി ഇവിടത്തെ ആൾക്കാർ മറ്റേ സോ ബ്യൂട്ടിഫുൾ സോ ലുക്കിംഗ് ലൈക്ക് വാവ്. 1,00,000 രൂപയുടെ പർച്ചേസ് ഒരു കടയിൽ നിന്നായി. ഭയങ്കര നല്ല കളക്ഷൻസ് അല്ലേ? ഭയങ്കര പ്രിറ്റി കളക്ഷൻസ്. എല്ലാം എടുക്കുമ്പോ ഇതാണ് ബെസ്റ്റ് നോക്കൂ. സീ സോ പ്രിറ്റി ലുക്കിംഗ് ലൈക്ക് എ വാവ് ആക്ച്വലി സ്പീക്കിംഗ് അല്ലേ? അല്ലേ? See, this is also such a pretty English color. അല്ലേ? സാധാരണ കൊറിയൻ ജാപ്പനീസ് ഇൻസ്പയർഡ് കാണുന്നത്, ഇത്തവണ കൂടുതൽ യൂറോപ്യൻ ഇൻസ്പയർഡ് സാധനങ്ങളാണ് കാണുന്നത്. വെരി പ്രിറ്റി. ആൻഡ് ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഫാബ്രിക്കും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അതായത് ഈ പ്രിന്റും ഈ ടൈപ്പ് ഈ ഫാബ്രിക്കിൽ ഈ ടൈപ്പ് കിട്ടാൻ പാടാ, ഭയങ്കര പാടാ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാബ്രിക് കിട്ടാൻ. ഇത്തവണ നമ്മള് റേറ്റ്സും പറയും കേട്ടാ, നമുക്ക് നാട്ടിലെത്തിയിട്ട് റേറ്റ്സ് വെച്ച് പറയാം. ഇനി മേലെ ആരെങ്കിലും ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്താ ബാങ്കോക്ക് ഫാഷനും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവേ ഉള്ളൂ, നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി, നാട്ടിലെത്തിയത് പ്രൈസ് റിവീൽ വീഡിയോ. ഇത് ആക്ച്വലി സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. ഇന്നലെ ഞാനും പ്രിയ ഒറ്റയ്ക്ക് വന്നിരുന്നു, കുറച്ച് ഷോപ്പ് ചെയ്തു, അതും കൂടെ കണ്ടിട്ട് അപ്പോഴേക്ക് നമ്മുടെ ഗ്യാങ് ഒക്കെ എത്തും. പിന്നെ ബാക്കി നമുക്ക് ഇന്നത്തെ വ്ളോഗായിട്ട് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ഷൻ്റെ ഒരു ഐഡിയ കിട്ടാനായിട്ടാണ്. ഇങ്ങനത്തെ ലോങ് ഡ്രസ്, അതായത് ഇപ്പൊ ഞാനും മമ്മിയൊക്കെ സ്ഥിരം ഇട്ടോണ്ട് നടക്കുന്നതാണ് ടൈപ്പ്. എന്താ വെച്ചാ പ്രായമുള്ളവർക്കും ഇടാം, വീട്ടിലിടണമെങ്കിലും ഇടാം ഇങ്ങനത്തെ ഡ്രസ്. എല്ലാരും ചോദിക്കുന്ന പ്രിയ ചേച്ചി എന്താ കൂടുതൽ ലൂസ് ഡ്രസ്സസ് എടുക്കുന്നതാണ് ബാങ്കോക്ക് ഫാഷനിലേക്ക്? എന്താ വെച്ചാൽ കംഫർട്ടബിൾ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ ഏത് പ്രായക്കാർക്കും ഇടാം. ഇതിപ്പോ കുറച്ച് പിന്നെ നമുക്ക് വലിയ സൈസുകൾ നമുക്ക് മറ്റേ വലിയ മാക്സിനൊക്കെ പോലെ 10 സൈസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഹാൻഡ് പിക്ഡ് ആയതുകൊണ്ട് ഇതെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഫിറ്റ് ആവും. സോ അതും കൂടെ ആലോചിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കിട്ടാനും പൊതുവെ അത്രയും കോമൺ അല്ലല്ലോ ഇങ്ങനത്തെ ഈ ഒരു ലൂസ് ടൈപ്പ് ഫിറ്റ്സ്. അതാ പറഞ്ഞത്, ഇത് ഇന്നലെ വാങ്ങിയതാ, പെട്ടി ഇല്ലാത്തതുകൊണ്ട്, പെട്ടി കളഞ്ഞു പോയതുകൊണ്ട് നല്ലതാ. അപ്പൊ ഇങ്ങനത്തെ കുറെ കളേഴ്സ് എടുക്കുന്നുണ്ട്. മമ്മി സ്ഥിരം ഇപ്പൊ വീട്ടിലിട്ടോണ്ട് നടക്കണത് ഇങ്ങനത്തെ. ഓക്കെ, ഇതെല്ലാം മമ്മി എപ്പോഴും ഇടുന്നേ, വീട്ടില് വെളിയിലൊക്കെ ഇടുന്നത് മമ്മീനെ. ഈ ഡ്രസ്സ് ഞാൻ എപ്പോഴും ഇട്ട് കണ്ടിട്ടുണ്ട്. ഇതും പിന്നെ ഒരു പുലിക്കളിയുടെ പോലത്തെ ഒരു ഡ്രസ്സും ഉണ്ടല്ലോ കഫ്താന്റെ, അതുകൊണ്ട് നമ്മള് ധൈര്യത്തോടെ എടുക്കുന്നത്. ഇതില്ലല്ലോ ഇപ്പൊ ഒരെണ്ണോ ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ ഇവിടെ? ഓക്കെ ഓക്കെ. ഇത് ഡ്രസ് വാങ്ങുന്നവർക്ക് മാലയും കിട്ടുമോ? അതൊന്നും കിട്ടത്തൊന്നും ഇല്ലേ? ഇതും ഞാൻ ലാസ്റ്റ് ടൈം എടുത്തിട്ട് സോൾഡ് ഔട്ട് ആയ ഔട്ട്ഫിറ്റ് ആണ്. അതായത് ലൂസ് ഫിറ്റ് ടോപ്പ്, ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയ നല്ലല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. എല്ലാം 4 വെച്ച് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. വേറെ കാര്യം, നമ്മുടെ ഏറ്റവും വലിയ പെർച്ചേസ് ആണിത്. പ്രോപ്പർ ആയിട്ട് നമ്മുടെ മറ്റേ ഷിപ്പിംഗ് ഇമ്പോർട്ട് അല്ല, നമ്മൾ നേരത്തെ കാർഗോ ആയിരുന്നില്ല, ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടർ ആണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ. പ്രിയ ദ ഇമ്പോർട്ടർ. അത്രയും വാങ്ങണം. കാർഗോ നിറയ്ക്കാൻ പറ്റിയ ഡ്രസ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്നറിയോ, ഇപ്പൊ ഒരു 5 ഡ്രസ് തന്നെ ഒരു 100 വെച്ച് വാങ്ങുവാണെങ്കിൽ എളുപ്പമോ. ഇതിപ്പോ ഇങ്ങനെ ഓരോന്ന് കുറച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ചീസ് സെലക്ട് ചെയ്ത് നോക്കി തൊട്ട് ഫാബ്രിക് ഒക്കെ നോക്കിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എടുത്തോ. ഓക്കെ, അടുത്ത കളക്ഷൻ പ്രിയ മോഹന്റെ ഇങ്ങനെ വരും. അകത്ത് വൈറ്റ് ഇന്നർ വരും. അത് ഇൻക്ലൂഡഡാ? ഓക്കെ. അപ്പൊ അടിയിൽ ഇങ്ങനെ കെട്ടിയിടാം ഓപ്പൺ ആയിട്ട്, പക്ഷെ കെട്ടിയിടാൻ വേണ്ടി അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ കെട്ടിയിടാൻ പറ്റുള്ളൂ. ഓക്കെ, നൈസ് കളർ. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ഇന്നർ വരുന്നേ? അല്ലല്ല, അത് വൈറ്റ് ഇന്നറാ വരുന്നത്. ഇതിലിപ്പോ ഞാൻ ബ്ലാക്ക് ഇട്ട് നോക്കിയതാ. എല്ലാത്തിനും വൈറ്റ് ഇന്നറാ. ഓക്കെ, അതാണ് ഏറ്റവും നല്ല കളർ. ഏത്? ഇത് കണ്ടോ, പുതിയ ടൈപ്പ്. ഇത് കണ്ട ചിക്കൻ ഫ്രൈ രാവിലെ 6 മണിക്ക് രാവിലെ എന്റെ കൂടെ വരുന്ന. അതെ, നല്ല ഫ്രഷ് ചിക്കൻ ഫ്രൈ ആണ്. ഒരു എല്ലായി ഒരു പീസും കൂടെ താഴെ അകത്തുണ്ട്. ഓക്കെ, ഇത് നോക്ക്, നല്ല നെറ്റ് വെയറാ. ഓക്കെ, ഇതിന്റെ ഫാഷൻ കണ്ടോ, കൈ ഇങ്ങനെ ലോങ് സ്ലീവ്. അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ അകത്തൊരു ബ്ലാക്ക് ഇന്നറും വരും. ഓക്കെ, ഇത് എടുക്കുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഇത്. ഇത് നിറ്റ് വെയർ അല്ലേ? ഇങ്ങനത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടാ. കൈയും കൂടെ അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇത് കുറച്ച് ഒരു ഇന്ത്യനിഷ് പ്രിന്റ് പോലെ ഇല്ലേ? നല്ല ഭംഗിയില്ലേ? ഇത് വിചാരിക്കരുത് ചേട്ടാ, ഞങ്ങൾ ഇനി ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നേന്ന്. ഷോർട്ട് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? സ്ലീവൊക്കെ രസമുണ്ട് അല്ലേ? അല്ലേ? ഇത്
ഡിഫറെന്റ് അല്ലേ? ഓക്കെ, വൈറ്റ് ആൻഡ് ബ്രൗൺ. എന്താ ഇത്? അകത്തപ്പോ സ്ലിപ്പ് വരുമോ? അകത്ത് സ്ലിപ്പ് ഇട്ടിടാം. ഓക്കെ, ഇറ്റ്സ് എ ഷർട്ട്. നല്ല ഭംഗിയില്ലേ? എനിക്ക് വൈറ്റ്, ബ്രൗണ്, ബ്ലൂ, പിങ്ക് ഉണ്ട്. പക്ഷെ തമ്മിൽ തല്ലി ഇവര് 4 കൂടെ എടുത്താലേ തരുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയ തമ്മിൽ തല്ലി ഈ 2 കളേഴ്സ് ഇഷ്ടപ്പെട്ടുള്ളൂ, ഇതായിട്ട് തരണം എന്ന് പറഞ്ഞ് വാങ്ങുന്നതാണ്. ഓക്കെ, അതാണ് ഈ പ്രിയ മോഹൻ. അതെ, എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഞാൻ എടുക്കാറുള്ളൂ. അവര് 4 എടുക്കണം എന്ന് പറഞ്ഞാലും തമ്മിൽ തല്ലി അത് കിട്ടുന്ന വരെ ഇവിടെ നിൽക്കും. ഇത് നോക്ക്, ടെഡി ബെയർസും റോസസും ഓറഞ്ച് ആണോ? നല്ല ഭംഗിയില്ലേ? ഇത് നല്ല ടേസ്റ്റ് ഇടണം, അന്തുനെ കൊടുക്കണം ഇത്. അതെ, ഇത് ഭംഗി എന്താ അറിയോ, എനിക്ക് ഇങ്ങനത്തെ ഈ ത്രെഡ് വർക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സിലായാലും ടോപ്പിലായാലും. ഇതിന്റെ ബട്ടൺ നോക്ക്, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതില് നോക്ക്, വൈറ്റില് പിങ്ക്, ബ്ലൂവില് പിങ്ക്. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല ഫാബ്രിക്കാ, നല്ല നൈസ് ആൻഡ് സോഫ്റ്റ് ഫാബ്രിക്കാ. ഇങ്ങനത്തെ ഷർട്ട്സും എടുക്കുന്നുണ്ട്. ഇത് നല്ല ഭംഗിയില്ലേ? ഡ്രസ് അല്ലല്ലോ അല്ലേ ഇത്? ഇവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ ഷർട്ട് അല്ല ക്രോപ്പ് ടോപ്പ് വരെ ഡ്രസ് ആയിട്ട് ഇടുന്നു വരാം. വൈറ്റ് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ നല്ല. ഇത് കൊള്ളാം, നല്ല ഭംഗിയില്ലേ? വർക്കൊക്കെ നോക്ക്, അടിപൊളിയായിട്ട്. അത് മാത്രമല്ല നമ്മളിപ്പം ലോങ് ഡ്രസ് ആണ്. ഇറ്റ് ലുക്സ് ലൈക്ക് വെരി ക്ലാസി. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊരു ഇന്ത്യൻ തായ് ഫ്യൂഷൻ, ഇതൊരു ഡ്രാഗൺ പോലത്തെ ഒരു ലുക്ക്. അറിയോ, ഈ ഫ്ലവർ പ്രിന്റ് വരുമ്പോ യു വിൽ ഹാവ് ആൻ ഇന്ത്യൻ ലുക്ക്. പക്ഷെ ഇതൊക്കെ വരുമ്പോ ഒരു തായ്ലൻഡ് ലുക്കും വരുന്നുണ്ട്. ബേസിക്കലി ഇങ്ങനത്തെ പാറ്റേൺ യൂറോപ്യൻ സ്റ്റൈലാണ്. പിന്നെ യൂറോപ്യൻ സ്റ്റൈലാണ് ഇങ്ങനത്തെ. നമ്മൾ ഇറ്റലി പോയപ്പോ കണ്ടില്ലേ കുറെ ഷോപ്പ്, ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ഡെനിമിലും ഷർട്ടിലൊക്കെ. യൂറോപ്യൻ സ്റ്റൈൽ, ഇന്ത്യൻ അല്ല. അതിന്റെ ബാക്കിൽ എന്താ ഇതെന്താ? ഇത് ബെൽറ്റ്. അതും ഉണ്ടോ? ഓക്കെ, നല്ല ഭംഗിയില്ലേ? എനിക്ക് എടുത്താലോ ഒരു പീസ്? അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇനി അത് പറയണ്ട പ്രിയ, ആൾക്കാർ പറയാം എന്തിനാ ഇത് പറയാൻ നിൽക്കുന്നത്, എന്തായാലും എടുക്കും. പിന്നെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കും. ഇട്ടാരും കാണുന്നില്ലല്ലോ, എടുത്ത് വെക്കി പൂട്ടി. നമ്മൾ എടുക്കുന്ന മാത്രമേ കാണിക്കാറുള്ളൂ. പക്ഷെ ഇതിപ്പോ ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോ നല്ല ഭംഗിയാന്നൊക്കെ പറഞ്ഞു. പ്രിയ അടുത്തുനിന്ന് ഫുൾ ഇൻസ്പെക്ഷൻ, ഇതേ കുറച്ച് ഡാൻസുകാരെ പോലെ തോന്നുന്നു പറഞ്ഞിട്ട് പ്രിയ ഇത് എടുക്കുന്നില്ല. കുറച്ചൊരു ഇത് ഇവരുടെ ഒരു ഫെസ്റ്റിവലിന് ഇടുന്ന ഒരു മെയിൻ ഡ്രസ്. അതുമാതിരി ഉണ്ട്. ഇപ്പൊ അങ്ങനെ പറയുമ്പോ അങ്ങനെയുണ്ട്. എനിക്ക് അങ്ങനെ കണ്ടപ്പോ തോന്നിയ. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. ഇതൊരു സൽവാർ സൂട്ട് പോലൊക്കെ ഇല്ലേ കുറച്ച്. പക്ഷെ എനിക്ക് ഈ ഫ്ലവർ വന്ന ഒരു യൂറോപ്പ് എനിക്ക് എന്റെ മനസ്സിൽ വരുള്ളൂ. കടയുടെ പേര് ഗേൾസ് ഗോൺ വൈൽഡ് എന്നാണ്. പ്രിയ ശരിക്കും കടയുടെ അകത്ത് കയറി വൈൽഡായി. വൈൽഡ് കൊള്ളാല്ലേ? ഇത് കണ്ട, ഇതും കയ്യില് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ എടുത്തിട്ടുണ്ടല്ലോ. ഒരെണ്ണേ കിട്ടിയുള്ളൂ. എനിക്ക് വേണമെന്ന് പറഞ്ഞു ഒരെണ്ണേ എടുത്തുള്ളൂ. ഇത്തവണ സ്റ്റോക്ക് ഉണ്ട്. എന്തെന്ന് തോന്നുന്നു ചോദിച്ചു നോക്കാം. കൊള്ളാല്ലേ? ഇത് എടുക്കുകയാണ്. ഒരാള് കൊള്ളാം കേട്ടോ. പ്രിയക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ തന്നെ ലോങ് കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ബിസിനസ്. നമ്മുടെ സെയിൽസ് ഗേൾസ് ഒക്കെ പഠിപ്പിക്കണം, ജോയിനെയും വിഷ്ണുപ്രിയനെയൊക്കെ. അത് ഇഷ്ടപ്പെട്ടു മനസ്സിലായിട്ട് സമ്മതിക്കണം. എത്ര വേണമെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി പോയി ഒരു കിലോമീറ്റർ നടന്നെടുത്തോണ്ട് വരാൻ മടിയില്ല. അതാണ് ഇവരുടെ സക്സസിന്റെ. മടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. മുഷിപ്പൂ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ അതുവരെയൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ വേറെ പൈനാപ്പിളും ഫ്രൂട്ട്സിന്റെ ഒക്കെ എടുത്തോണ്ട് വന്നു. ബ്ലാക്കും കൊള്ളാം. എടുത്തോ. എനിക്ക് കുറച്ച് ഷീക്കായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ഡ്രസ്സിങ് തോന്നുന്നുണ്ട്. പ്രിയ എന്ത് പറയുന്ന പറയും. പ്രിയ ഇപ്പോൾ പറയും നൈറ്റ് ഡ്രസ് പോലെ ഉണ്ടെന്ന്. പ്രിയ പോയിട്ട് മിക്കവാറും അവര് പൂട്ടിപ്പോവും. അത്രയും വാങ്ങിയല്ലോ ഇവിടുന്ന്. അല്ല, അവർക്ക് ഒരു ദിവസം കച്ചവടമായി. ഇത് നോക്ക്, നല്ല ഭംഗിയില്ലേ? ലോങ് ഡ്രസ്. നമ്മള് എത്ര കഴിഞ്ഞ മാസമല്ലേ വന്നേ? അന്ന് ഈ കളക്ഷൻസ് അല്ലായിരുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ ഇവിടുത്തെ വെറൈറ്റി. ബ്ലാക്കാ? ഓക്കെ, ഓക്കെ. വൈറ്റ് എനിക്ക് കുറച്ചും കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റ്. എനിക്ക് ഗ്രീനും ഇഷ്ടമായി. പിന്നെ ബ്ലാക്ക് ലവേഴ്സ് ഉണ്ടല്ലോ എപ്പോഴും. ഗ്രീനും നല്ല ഭംഗിയുണ്ട്. ഷോളോ? ഷോളല്ല, looks like a top. Okay. കൈയുണ്ടോ പഞ്ഞ്? It's just like a piece like this. Okay. നല്ല ഭംഗിയില്ലേ? എനിക്ക് മനസ്സിലായില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. എന്ത് കോംപ്ലിക്കേഷനാ? Looks like a top, no?
എന്നാ അങ്ങനെ പറ. എനിക്ക് മനസ്സിലായില്ല. എന്തായാലും വിവരമുള്ളവർ കാണുമ്പോ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ. ഇതെല്ലാത്തിന്റെയും ഡ്രസ്സിന്റെ മുകളിൽ ഇടാം അല്ലേ? ഓക്കെ. ഇങ്ങനെ കുറെ പേര് ഇട്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, മോളിലും തിയേറ്ററിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ. നൈസ്. എപ്പോഴും പ്രിയനെ പോലെ തണുക്കുന്നവർക്ക് ഇടാൻ നല്ലതാ, എവിടെ പോലും തണുക്കുന്നവർക്ക്. മേരിയാന് നമ്മുടെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും എപ്പോഴും ഭയങ്കര തണുപ്പല്ലേ നമ്മുടെ ഷോപ്പില്. എനിക്ക് തണുപ്പ് വേണം. എന്തേ നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാട്ടിൽ പോയിട്ട് നമുക്ക് ചിലതിന്റെ ഒക്കെ നമുക്ക് പ്രൈസും കൂടെ പറഞ്ഞു. ഓക്കെ. ഈ പ്രായത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഉണ്ടല്ലോ, നമുക്ക് കൊറേ പേര് 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കുറവാണ്, എന്നാലും കുറച്ചെങ്കിലും ഓപ്ഷൻസ് കൊണ്ടുവരും. 10 years ഉള്ള കുട്ടികൾക്കും ഇടാം, മാത്രമല്ല വലിയവർ ചെറിയ ഡ്രസ് ആയിട്ട് ഇടുമല്ലോ, അങ്ങനെയും ഇടാം. വലിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇടും ഏകദേശം ഇങ്ങനത്തെ ഡ്രസ്സ്. ഇപ്പൊ നാട്ടില് ഇങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ. മപ്പറ്റ്സ്, ഡാഫി ഡക്ക്, ട്വീറ്റി ബേർഡ്, സിൽവസ്റ്റർ, ഡൊണാൾഡ് ഡക്ക്. ഡൊണാൾഡ് ഡക്ക് അല്ല, അത് ഡാഫി ഡക്ക്. അത് വെറുതെ ഒന്നും അറിയില്ല. കൊള്ളാം. അല്ല മപ്പറ്റ്സും കൊള്ളാം. ഈ ഇൻട്രൊഡക്ഷൻ വേണ്ടല്ലോ, ഇത് ഇപ്പൊ നമ്മുടെ ട്രേഡ് മാർക്ക് പോലെ ആയിട്ടുണ്ട്. മറ്റേ കഫ്താൻ എടുക്കുന്നില്ലേ നമ്മുടെ എപ്പോഴും ട്രേഡ് മാർക്ക് കഫ്താൻ, അത് കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇതും നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് സംഭവമാണ്. റോസ് അതെ, നമ്മുടെ റോസ് എന്താ പറയുന്നത്, കഫ്, റോസ് കഫ് ഉള്ള സ്ലീവ് ഉള്ള ഡ്രസ് ടോപ്പ്. ഇവർക്കിപ്പോ പെറ്റലും അല്ലാതെ വേറെ കുറെ ഇതും വന്നിട്ടുണ്ടല്ലോ, ന്യൂ പാറ്റേൺ. ഇതുപോലെ ഇരിക്കും അല്ലേ? വാവ്, ഒരു കൊറിയൻ പോപ്പ് സ്റ്റാർസ് ഒക്കെ ഇടുന്ന പോലത്തെ അല്ലേ? അതൊരു പാടുന്നൊക്കെ ഫോട്ടോസ് വെച്ചിരിക്കുന്നുണ്ടോ? എനിക്കൊന്ന് ഏതെങ്കിലും സെലിബ്രിറ്റി ഇറ്റേന്റെ കോപ്പി ചെയ്ത് അവർ ചെയ്യുന്നതായിരിക്കും. പെറ്റൽസ് അല്ല, ഒരു ഫ്രിൽസ് പോലെ. കൊള്ളാം. നല്ലല്ലേ? ടെഡി ബെയർ ആണോ? കൊള്ളാം, നല്ല ഭംഗിയില്ലേ? വൈറ്റ് ഇത്തവണ കംപ്ലീറ്റ് യൂറോപ്യൻ സംഭവം. ഇതുണ്ടല്ലോ, ഇതൊരുമാതിരി മറ്റേ ബാക്കിൽ ബുൾസ് അടിക്കുന്ന സൗണ്ട് വരുന്നുണ്ടല്ലോ. മണം കിട്ടുന്നില്ലേ? മണമല്ല, സൗണ്ടാ കിട്ടിയ. ഇതേ എനിക്ക് സോഫയുടെ ഫാബ്രിക് മാതിരി നല്ല മുട്ടയുടെ മണം. കഴിക്കാൻ നമുക്ക് കഴിക്കാനാ വന്നിരിക്കണെന്ന് എനിക്കറിയാം. സോഫയുടെ എനിക്ക് ഷോപ്പ് ചെയ്യുമ്പോ വിശക്കത്തില്ല. ഇല്ലല്ലോ, ചോദിച്ചു വരരുത് ചേട്ടാ. ഞാൻ കഴിക്കുമ്പോ അല്ല, നല്ല ഇതാ മറ്റേ സ്ക്രാമ്പിൾഡ് ഒക്കെ ഞാൻ കഴിക്കാൻ പോന്നെ. പറ, ഒരു സോഫയുടെ ഇത് തോന്നുന്നു എനിക്ക് ഇത് കാണുമ്പോ. അല്ലേ, സൂപ്പർ, ഡിഫറെന്റ് അല്ലേ? വൈറ്റ് ഇത് എടുക്കുന്നുണ്ട് കേട്ടാ. വൈറ്റ് മാത്രമേ ഉള്ളൂ? അല്ല, ഈ കളേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് വേണം, ഇത് ഈ 2 കളേഴ്സ് ഉള്ളത്. ബാക്കിലോക്ക് ബാങ്കോക്ക് ഫാഷൻ കിട്ടാ വന്നിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലിൽ പോയിട്ട് ആളിവിടെ വന്നിട്ട് മനസ്സിലാവുന്നില്ല. തെറ്റിദ്ധരിക്കും. ഞാൻ എങ്ങനെ ഹോട്ടലിൽ ഒരു പുക കൊണ്ടുപോകും? മറ്റേ കൂലിനെ കിട്ടുമോ? പെട്ടി മോഷ്ടിച്ച കൂലി വണ്ടിയുണ്ട്, ട്രോളി. നമുക്ക് വാങ്ങാൻ പറ്റില്ലതൊന്നുമില്ല, അവര് തന്നെ കൊണ്ടുവരണം. ഞാൻ പറയട്ടെ, ഈ പെട്ടിയുടെ മേളിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. പെട്ടി ഒടിഞ്ഞു. അവര് തന്നെ നമ്മുടെ ഭാഗ്യത്തില് ഹോട്ടലിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് എഴുതി കൊടുത്താൽ മതി, നമ്മുടെ ഹോട്ടലിൽ അവര് തന്നെ എത്തിച്ചു തരും. മറ്റേ ട്രൂ നമ്മുടെ വണ്ടിയാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ പർച്ചേസ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ സെറ്റപ്പ് കണ്ട, അവര് നമ്മുടെ ഹോട്ടൽ റൂമിന്റെ ഫ്രണ്ട് വരെ എത്തിച്ചു. അത് എന്തൊരു സർവീസാണ്. പൈസ എക്സ്ട്രാ വാങ്ങില്ല, നമ്മൾ പിന്നെ ഒരു 200 രൂപ ടിപ്പ് കൊടുക്കും. പക്ഷെ സംഭവമല്ലേ അത്. ഉണ്ടല്ലോ, രാവിലെ ഫ്രൈഡ് ഫുഡ്സ് ആണ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഫ്രഷ് ഫ്രൂട്ട് സാലഡ്സ് എല്ലാം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു പോർക്ക് സാറ്റയാണ്. ഞാൻ ലൈഫിൽ കഴിച്ചിരിക്കുന്ന ബെസ്റ്റ് സാറ്റയാണ്. അയ്യോ, ഒരെണ്ണേ ഉള്ളൂ, ബാക്കി സമയം എടുക്കും തോന്നുന്നു. ഇവർ സെസമിയും എന്തോ സ്വീറ്റ്നെസ് ഒക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഈ ലേഡി ഒരു ബ്രാൻഡ് തന്നെയാണെന്ന് തോന്നുന്നു. 15 ബാത്താണ്
റൈസിന് എക്സ്ട്രാ 10 ബാത്ത്. മിഷ്ലിൻ വെറുതെ അല്ല, മിഷ്ലിൻ ഗൈഡിലൊക്കെ ഉള്ളവരാണ്. അമ്പോ ഇതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, ഇവർ പാക്ക് ചെയ്യുന്നത്, ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നിൽ കുറച്ച് കരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർ അപ്പം വെട്ടിക്കൊടുക്കും. ഒരു 5 ബാറിന് വ്യത്യാസമുള്ളൂ ഇതും സാധാരണയായിട്ട്. പക്ഷേ ഇവർക്ക് മിഷ്ലിൻ സ്റ്റാർ കിട്ടുന്നതിൻ്റെ കാര്യം, മിഷ്ലിൻ റെക്കമെൻഡഡ് ആവുന്നതിൻ്റെ കാര്യം ആ ഒരു പെർഫെക്ഷനിലും ക്വാളിറ്റിയിലാണ്. ബെസ്റ്റ് ക്വാളിറ്റി പോക്ക് മീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, ഇവരുടെ ഭാഷയിൽ അറിയില്ല. എന്തായാലും പ്ലാറ്റിനം മാർക്കറ്റിൽ രാവിലെ വന്നാൽ കിട്ടും ഈ സംഭവം. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഈ ഒരു ബോർഡ് നോക്കി വന്നാൽ മതി. നോക്കിക്കേ, കണ്ട ഇതാ പറഞ്ഞ അവർ കട്ട് ചെയ്ത് കളയും. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ആക്ച്വലി ബ്യൂട്ടിഫുൾ ഡെനിം സ്കേർട്സ് വിത്ത് എംബ്രോയിഡറി ആണ്, പക്ഷേ പൊങ്ങിപ്പോവാത്ത സ്കേർട്ടാണ്. കാരണം എന്താ, അല്ല ഇത് സേഫ് ആണ്. അതേ പറയാം, പൊങ്ങിപ്പോവില്ലെന്ന്. ഇത് കണ്ടോ, അടിയില് ഷോർട്സ് പോലെയുണ്ട്, ടൈറ്റ്സ് ഇവിടെ ഉണ്ട്. അത് നല്ലതാട്ടാ. ഡെനിം സ്കേർട്സ് ആൾക്കാർക്ക് ഇഷ്ടം, എംബ്രോയിഡറി ഇഷ്ടം. ഇനി പൊങ്ങിപ്പോവാത്ത സ്കേർട്ട് ആണെങ്കിൽ അതിനെക്കാട്ടി ഇഷ്ടപ്പെടും. നല്ലതാ. റയർ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. ഇത് ബാങ്കോക്ക് ഫാഷനിൽ ഒരു ഹാപ്പി സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഒരു ഹാപ്പി സ്റ്റോർ. എന്തായി നിങ്ങളുടെ പോലെ ആയാ? അയ്യേ, ഞാനിപ്പോ മനസ്സിലായി ദിലുവിന്റെ പേഷ്യൻ കറിയാടാ. ഞാൻ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു ദിലുവിനെ പൂജിക്കണം അല്ലേ, എല്ലാരോടും പറഞ്ഞു കൊടുക്കുന്നു. തീർച്ചയായും മതിയായി എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും നടന്നിട്ട് എന്താ എടുത്ത് കുറച്ചെന്ന് വെച്ചാൽ എന്താണ് ഒരു ഡ്രസ്സ്. ചേട്ടാ സുധീരേട്ടൻ പറഞ്ഞേ എന്നെ പൂജിക്കണം എന്ന്. ക്ഷമയോടുകൂടി ദിലുവിന് ഈ പ്രാവശ്യത്തെ ഓഗസ്റ്റ് നാഷണൽ അവാർഡ് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കും. കേട്ടല്ലോ, എന്താ നാഷണൽ ആണോ? അല്ലാണ്ട് പോലീസുകാർക്കൊന്നും ഓഗസ്റ്റ് 15th അവാർഡാ, പീസിന് വേണ്ടിയുള്ള അവാർഡ്. അതായത് മന്ത്രി തരുന്ന അവാർഡ്, പ്രൈം മിനിസ്റ്റർ നാഷണൽ അവാർഡ്. പേഷ്യൻസ്. ഇതെന്താണെന്നറിയോ, നമ്മുടെ ഷോപ്പിൽ വരുമ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെലക്ടഡ് സാധനമേ ഉള്ളൂ. ഇവിടെ ഇത്ര ഷോപ്പ് ഉണ്ടെന്ന് എന്ത് എടുക്കണം എന്നറിയില്ല. അതുകൊണ്ടാണ് അതപ്പോ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നും വാങ്ങണ്ട, നേരെ ബാങ്കോക്ക് ഫാഷൻ വന്നിട്ട് വാങ്ങിയാൽ മതി. ശില്പ ഇങ്ങനെ ഷോർട്ട് ഷർട്ട് ഒക്കെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നല്ലോ, എടുത്താ? ഓ സ്ട്രോബെറി, ഓൾമോസ്റ്റ് സ്ട്രോബെറി ടൈപ്പ് പോലെ. കൊള്ളാം, അവർക്കത് വേണമെന്ന്. ഇത് എടുത്തു, പിന്നെന്താ ഇങ്ങനത്തെ ഒക്കെ ഷർട്ട് എടുത്തു. നൈസ്, വെരി ക്ലാസി. മേളിലത്തെ കൊള്ളാലോ, ഷോർട്ട് അതും എടുത്തു. അത് കൊള്ളാം, ഷോർട്ട് ഫുൾ സ്ലീവ്. ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലെന്നറിയോ, സുധീരേട്ടനും പറഞ്ഞു 1 മാസം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഫാഷൻ മാറിക്കൊണ്ടിരിക്കും. പഴയത് എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിലും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കിട്ടില്ല. സോ ഒറ്റ തവണ അത് വരുള്ളൂ നാട്ടില്. 2-3 ടൈപ്പ്. നമ്മുടെ പഴയ കഫ്താൻ മാത്രം എപ്പോഴും കാണും വീണ്ടും, അതല്ലാതെ ഒന്നുമില്ല. കഴിഞ്ഞു, അതാ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ഗൈസ്, അപ്പൊ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ കാണിക്കാത്തൊക്കെ നാട്ടിലെത്തിയിട്ട് കാണിക്കാം. കാരണം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഷോപ്പിംഗിന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദുവിനെ കിടത്തിയിട്ടിട്ട് വാട്സാപ്പിൽ വീഡിയോ കോള്, വേദുവിനൊരു ഫോണുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കും, പ്രിയയുടെ ഫോണിലേക്ക്. അപ്പോൾ വേദു എഴുന്നേൽക്കുമ്പോൾ തിരിച്ചു വരും. അതാണ് ഒരു പരിപാടി. സോ വേദു ഇപ്പോൾ എഴുന്നേറ്റു, സെക്കൻഡ് ഡേ ആണ്. സോ ഇനി കുറേ കളക്ഷൻസ് ഉണ്ട്, അതൊക്കെ നാട്ടിൽ നിന്ന് കാണിക്കാം. സോ എല്ലാവരും ബാങ്കോക്ക് ഫാഷൻ എന്നാണ് നമ്മളിത്, കാരണം ഷിപ്പ് ചെയ്ത് നാട്ടിലെത്താൻ കുറച്ച് ടൈം എടുക്കും. സോ കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് തരും. ഇൻസ്റ്റാഗ്രാം ഒരു ഹാപ്പി സ്റ്റോറിൻ്റെയും അല്ലെങ്കിൽ എൻ്റെയും പ്രിയയുടെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അല്ല നമ്മൾ എപ്പോഴാണ് സാധനങ്ങൾ കൊച്ചിയിൽ എത്തുന്നതെന്ന് കാണിക്കും. പിന്നെ യൂട്യൂബിൽ ഒരു വ്ളോഗ് കാണും നമ്മുടെ ബാങ്കോക്ക് ഫാഷനിൽ എത്തി അവിടെ നിന്ന് കളക്ഷൻ. അതല്ലാതെ നമ്മുടെ സ്റ്റോറിൽ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ ഒരു ഹാപ്പി സ്റ്റോർ ലൊക്കേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് ആർ ലൈക്കിംഗ് ദിസ് ബാങ്കോക്ക് ഫാഷൻ കളക്ഷൻ. ആ ഒരു കോൺഫിഡൻസ് ആണ് ഞങ്ങളിപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന മിക്ക സാധനവും സോൾഡ് ഔട്ട് ആവാറുണ്ട്. സോ അത് ആ ഒരു കോൺഫിഡൻസിൽ അതിനെയും കാട്ടി ഓരോ ടൈം ബെറ്റർ ആക്കി കൊണ്ടുവരാനാണ് ഞങ്ങൾ നോക്കുന്നത്. എനിവേ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ഫോർ കണ്ടിന്യൂസ് സപ്പോർട്ട്. സോ എന്തായാലും നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. വേദു ഒറ്റയ്ക്ക് ഇവിടെ എഴുന്നേറ്റിട്ടും വേദു കരഞ്ഞൊന്നും ഇല്ല. വേദു പേടിച്ചു പോയോ? ഇല്ലല്ലോ. അപ്പൊ അടിച്ചു പൊളിക്കാൻ പോവാം. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ പറയില്ലേ? ഫ്ലാഷിന്റെ ഷൂ ഒക്കെ ഇടണ്ടേ? ഓ